മുതിർന്ന ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാലപ്പുഴയിലെ വീട് സന്ദർശിച്ചു. നവീൻ ബാബുവിന്റെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം കേസ് വിവരങ്ങൾ ആരാഞ്ഞു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് കുടുംബത്തിന് പിന്തുണയുമായി കുമ്മനം രാജശേഖരൻ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേസിൽ CBI അന്വേഷണം അനിവാര്യമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അത് പേരുമാറ്റി എന്നുള്ളത് മാത്രമല്ല, അത് പല സന്ദർഭങ്ങളിലും അത് മുടക്കുകയും ചെയ്യുന്നു. വിവരങ്ങളുമായി മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. രോഹിണി, കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന BJP നേതാവും മുൻ മിസോറാം ഗവർണറുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാലപ്പുഴയിലുള്ള വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. കുടുംബാംഗങ്ങളുമായി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് നൽകി ഫയൽ ചെയ്തതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ കുമ്മനം രാജശേഖരൻ ബന്ധുക്കളോട് ആരാഞ്ഞു. അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കൊന്നും കേരള പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. പലതും മൂടിവെക്കുന്ന തരത്തിലാണ് കേരള പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണം നടന്നത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള പല കാര്യങ്ങളിലും, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഗൂഢാലോചന ഉണ്ടായ ആസൂത്രിതമായി നടന്ന സംഭവമാണ്. ഒരു കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് പോലും അന്വേഷണം എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യൽ പോലും നടന്നിട്ടില്ല. ഒരു പ്രതിയെ മാത്രം കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തിക്കൊണ്ട് അന്വേഷണം പലതും മൂടിവെക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ CBI അന്വേഷണം അനിവാര്യ. കുടുംബത്തിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ ഇന്ന് മലയാലപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണം വേണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ സമയം 1/2 മണിക്കൂറോളം അദ്ദേഹം അവിടെ കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു. ഒപ്പം BJP ജില്ലാ അധ്യക്ഷൻ VA സൂരജ് ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അത് കേരള പോലീസ് അന്വേഷണത്തിൽ സാധ്യമാകില്ല. CBI അന്വേഷണം തന്നെ വേണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് BJP നേതാവും മുൻ മിസോറാം ഗവർണറുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ. ശരി മിഥുൻ, എന്തായാലും കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഈ കേസിൽ CBI അന്വേഷണം അനിവാര്യമെന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. CBI അന്വേഷണം വളരെ അനിവാര്യമാണ്. ഇതൊരു യാദൃച്ഛിക സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വളരെ വ്യക്തമാണ്. അത് രാഷ്ട്രീയ തലത്തിൽ CPMൻ്റെ ഉന്നത തലങ്ങളിൽ വലിയ ഗൂഢാലോചന നടന്നതിന് ശേഷം ആസൂത്രിതമായി വളരെ സംഘടിതമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്.